ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞു എല്ലാവരും. ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഏട്ടൻ മോളെ വിളിക്കാൻ കൊണ്ടുപോയി, നൈറ്റല്ലേ, മോളെ വിളിക്കാൻ കൊണ്ടുപോയി. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ. രാവിലെ ഇപ്പോൾ മുറ്റമൊക്കെ തൂത്തിടാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ തൂത്തിട്ട് ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിനപ്പുറം ചപ്പാവും കൂട്ടുകാരെയൊക്കെ. മാവിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഇഷ്ടംപോലെ മാവില ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ തൂത്തിടാമെന്ന് വെച്ച് രാവിലെ അങ്ങ് തൂത്താണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പിന്നെ അതിനപ്പുറം ആവും. ഇപ്പോൾ മോനൊക്കെയാണ് കടയിലോട്ട് പോകാനെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. ചേട്ടൻ മോളെ വിളിക്കാൻ പോയി, വന്നില്ല. അപ്പോൾ മുറ്റമൊക്കെ തൂത്തിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചോറും കറിയൊക്കെ വെക്കണമല്ലോ എന്ന് വിചാരിച്ച് മുറ്റമൊക്കെ തൂത്ത് വരിയിട്ട് രാവിലെ തുണി നനയെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ ഒരു ജോലി കഴിഞ്ഞു. പിന്നെ ഞായറാഴ്ചയാണ് നമ്മൾ അത്യാവശ്യം ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം കഴുകി വരിയിടുന്നത്. അതെല്ലാം മെഷീനകത്തോട്ട് വരിയിട്ടു. കൂട്ടുകാരേ, അപ്പോഴും നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ചരിപ്പുണ്ടായിരുന്നല്ലോ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകാൻ ഇങ്ങനെ ഇച്ചിരി ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു തെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു. ആ തെങ്ങ് മുറിച്ച് മാറ്റി. നമ്മൾ കാക്കയ്ക്ക് ചോറ് വെച്ചിരിക്കുന്നത് കേട്ടോ. തെങ്ങ് മുറിച്ച് മാറ്റി. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ആ ഷെഡ് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ സൈഡ് ഒഴിഞ്ഞ് ഈ കവറൊക്കെ കെട്ടിയിട്ട് ഒഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന എന്തോ ഒരു ഇരുട്ട് പോലെ, എന്തോ ഒരു മറവ് പോലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഷെഡ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് പോകുന്നേ വരുന്നേ. അപ്പോൾ അന്നത് നമ്മൾ കെട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ദൂരത്തോട്ട് പോയി, മഴയല്ലേ, അപ്പോൾ നമുക്ക് നനഞ്ഞ് പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടോട്ട് തന്നെ ചരിപ്പ് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ആ ചരിപ്പ് പൊളിച്ച് പിന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്തിരി പൊക്കവും കൂടെ വെച്ചിട്ടാണ് വെച്ചത്. മറ്റേ നമുക്ക് വാതിൽ വന്ന് കയറുമ്പോഴേ കുനിഞ്ഞ് കയറണമായിരുന്നു. ഇപ്പം അത് വേണ്ട. ഇപ്പം നല്ലപോലെ നൂന്ന് തന്നെ കയറാം. അപ്പോൾ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിവിടോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ തീ കത്തിച്ചില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡ് ഇച്ചിരി ഷീറ്റ് ചെറുതായിട്ട് പുറം സൈഡിൽ മാത്രം കുറച്ച് വെക്കണം. ഒത്തിരി പൊക്കിയല്ല, കുറച്ച്. അപ്പോൾ ഏട്ടനിങ്ങനെ സിമെൻ്റൊക്കെ ഇട്ട് തേച്ച് തന്നു. ഇല പൊഴിഞ്ഞ് കിടക്കുന്നു. മാവിൻ്റെ ഇല അങ്ങ് പൊഴിയുക കൂട്ടുകാരെ കേട്ടോ. നല്ലതായിട്ട് മാവിൻ്റെ ഇല കിടന്നിട്ടുള്ള വെള്ളത്തിൻ്റെ കളർ കണ്ടോ. അപ്പം നമുക്ക് ഇന്ന് ഞങ്ങളിത് തീ കത്തിക്കും കേട്ടോ. ഇന്ന് ചോറും കറിയൊക്കെ വെക്കാം ഇങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ അന്ന് ഇവിടെയൊക്കെ നമ്മൾ ചേമ്പും ഇതൊക്കെ നട്ടേക്കുമായിരുന്നുകൊണ്ട് നമ്മൾ അന്നേരം അവിടെ തന്നെ ഇവിടെയൊക്കെ കൃഷിയായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ചേമ്പൊക്കെ നമ്മൾ പിഴുത് മാറ്റി. ഓണത്തിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ നമ്മൾ പിഴുത് മാറ്റി. പിന്നെ വിളഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പിഴുത് മാറ്റുമല്ലോ സ്വാഭാവികമായി. അങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഏട്ടനോട് പറഞ്ഞു, ഏട്ടൻ നമുക്കെന്ന് അങ്ങോട്ട്, അതിനിപ്പോൾ മഴയൊക്കെ കുറവല്ലേ, അപ്പോൾ നമുക്ക് അങ്ങോട്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടോട്ടാക്കി. നമ്മുടെ ചെരുപ്പ് അവിടെ വെട്ടമൊക്കെ ഇട്ട് തന്നു കേട്ടോ. അവിടെ ഇട്ടാക്കി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല സ്പേസ് ഉണ്ട് ഇപ്പോൾ കേട്ടോ. ഓരോന്നും വെച്ച് നമ്മൾ നോക്കുമ്പോഴേ നമുക്ക് ഓരോന്നും മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി. മാവിൻ്റെ ഇല പൊഴിഞ്ഞ് കിടക്കുന്നുണ്ടോ കൂട്ടുകാരെ. ഞാൻ കുറച്ചുകൂടെ തൂത്ത് വരും. ഇനി ബാക്കി കൂടെ തൂക്കട്ടെ. ഇപ്പോൾ തൂത്താലും ഒരിത്തിരി കഴിയുമ്പം പിന്നെയും പൊഴിഞ്ഞ് വീഴും. അങ്ങനെ ഇതേ കണ്ടോ. മറ്റേ നമുക്കിങ്ങനെ നൂന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു അടുപ്പിൻ്റെ അവിടോട്ട് കേട്ടോ. കുനിഞ്ഞ് കയറണമായിരുന്നു. ആ സൈഡിൽ വിറവിരിക്കുന്ന പൊക്കവേ ഉള്ളായിരുന്നു നമുക്ക് നേരത്തെ ഫ്രണ്ടിലിരുന്ന തൂണാപ്പടെ വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ കയറി നിന്നാലും എൻ്റെ തല ഇടിക്കത്തില്ല. പിന്നെ നമുക്ക് ചേരൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ വിറവെല്ലാം പറക്കി വെച്ചു. അവിടെ വെച്ചത് ചേരിലിരുന്ന വിറവ് തന്നെയാണ്. അതെല്ലാം പറക്കി മാറ്റിയിട്ട് ചേര് കെട്ടിയിട്ട് ഇവിടെ പിന്നെ എല്ലാം പറക്കി വെച്ചു. ഇപ്പോൾ അതുകൊണ്ട് നല്ലതായി. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ മുറ്റത്തോട്ട് ഇങ്ങനെ മണ്ണല്ലേ, അപ്പോൾ ഒരിച്ചിരി സിമെൻറ്റ് ഇങ്ങനെ ഒന്ന് തറയായിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കഴിയുമ്പോൾ അത്രയും മണ്ണാവുന്നില്ലല്ലോ. അപ്പോൾ നമുക്കവിടെ വരെ ഇങ്ങനെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. ഇവിടെയൊക്കെ പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങ് കുഴപ്പമില്ല, വൃത്തിയാക്കാം. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ചെറുതായിട്ട് സിമെൻറ്റ് ഒന്ന് കുഴച്ചിടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടോട്ട് നമ്മുടെ ചെരുപ്പ് മാറ്റി. വീട്ടിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. കുറേശ്ശെ ആയി തുടങ്ങി. നീ എന്തോടെ അവിടെ പോയിരിക്കുന്നേ?
എന്തോ നോക്കിയിരിക്കും അവിടെ ഇങ്ങനെ. അപ്പം നമുക്ക് നമ്മുടെ വരുന്ന വഴിയുടെ അവിടോട്ടൊക്കെ കുറച്ച് തൂക്കാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവിടോട്ടൊക്കെ തൂക്കാൻ പോയി. അപ്പം എൻ്റെ മോനും പുറകിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ നമ്മുടെ കൂടെ നിൽക്കും. പക്ഷേ ഈ വീട് വിട്ടൊന്നും അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങും പോകത്തില്ലേ. വലിയവനാണെങ്കിൽ അക്കരയിലൊക്കെ പോവും, ഇവനാണെങ്കിൽ അങ്ങനെയൊന്നും പോകത്തില്ല. നമ്മുടെ പുറകെ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുറകെ നിൽക്കും. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇറമ്പി വന്നിട്ട് നല്ല ഉറക്കമാണ്. കണ്ടോ, നല്ല ഉറക്കമാണ് അവന്. ഇങ്ങനെ നമ്മുടെ കിഴക്കേടിരിക്കും, എങ്ങും ഇറങ്ങിപ്പോകത്തുമില്ല. എന്താടാ പണിയുണ്ട് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വന്നത്? പിന്നെ കൊച്ചിനെ തള്ളവിടെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലേ? അതെന്നേരം കള്ളത്തരം കൊണ്ട് നടക്കുന്ന കള്ള പുതിയ കൊച്ചുങ്ങളെ കൊണ്ടുവരായിരിക്കും. അങ്ങനെ അങ്ങനെ പൈസ തരുന്നതിന്റെ പണി ചെയ്യിക്കട്ടെ ഇതിനെ കൊണ്ടൊക്കെ. അത് ഇവിടുന്ന് രാവിലെ ആ പേരും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഇട്ട് ഇങ്ങനെ റോഡിൽ പോയിരിക്കുന്നു. ഇവിടെ പെരകരം ഇറങ്ങുന്ന കാര്യം മതിയോ? ഞങ്ങൾ ചരിപ്പ് പണിയാൻ കൊള്ളാമോ? ഞങ്ങൾ ചരിപ്പ് പണിയാൻ കൊള്ളാവോ? ഇവിടുത്തെ ഇത് മാറിയപ്പോ വൃത്തിയായി. മറ്റേ ഇരുട്ട് പോലെയാണ് ഞാൻ ആ കല്ല് എല്ലാടെ പറക്കില്ല ഫ്രണ്ടിൽ കൊണ്ടുപോയി. അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയപ്പോ ആ കിട്ടലൊരു ചവിട്ടാൻ നമുക്ക് പറ്റത്തില്ല, കല്ല് കളഞ്ഞിരിക്കും. പിന്നെ അവിടെ പറക്കി ഇവിടെ നിരത്തിപ്പോ എനിക്ക് അതും അങ്ങോട്ട് സ്വീകരിക്കും. പിന്നെ ആ മൈര് പറക്കി പിടിച്ചു. ഇത് ഇനി എങ്ങോട്ട് വന്നില്ല. അവിടെ 2 മൂന്നെണ്ണം കൊണ്ടുവച്ചപ്പോൾ അത് അവിടെ സ്വീകരിക്കുന്നില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ കിടക്കും. ഇനിയിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് നല്ല ഇളക്കിക്കൊണ്ട് പോകും. എന്നോട് ഇനി പറഞ്ഞ ഇനി പേരെ നമ്മൾ പോയിട്ടില്ല. പ്ലാവിന്റെ കുട്ടി അച്ഛൻ എടുത്ത് കൊണ്ടുപോകുന്നത് മണ്ണൊക്കെ അവിടെ കൊണ്ടുവരൊക്കെ മുട്ടത്തിനും വന്നു. ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ വന്നു. നല്ല ശരിയായി. നിലകൊണ്ടൊന്നും വന്നില്ല. ഇനി ഇവിടെ ഇച്ചിരി സിമെന്റ് ഇടണം. എനിക്ക് നടന്നു പോകാനോ. എന്നാ കൊച്ചിനെ വെള്ളം കൊണ്ടുപോടാ, വൈകിട്ട് കൊണ്ടുപോകണം. കപ്പയും മോരുകറിയും മീൻകറിയും പടവലങ്ങത്തോരനും എല്ലാം കൂടിയിട്ട് ഇളക്കിയ ഏട്ടൻ കഴിക്കുന്നത്. മോരുകറി, പടവലങ്ങത്തോരൻ, കപ്പ വേവിച്ചത്, ചോറ്, തേങ്ങ വറുത്തരച്ച മീൻകറി. ഇന്നലെ മീൻ വാങ്ങിച്ചിരുന്ന കുറച്ച് കന്നരം കറി വെച്ചത്, പിന്നെ അതിൻ്റെ ബാക്കി ഇരുന്ന മീനെടുത്തത്. ഇപ്പം കുറച്ച് മീനേ ഉള്ളൂ. മീൻകറി പോയണ്ട പിന്നെ കാണാമോ? നേരത്തെ ഇവിടെ ഇത്രയും ഇങ്ങനൊന്നും കാടില്ലായിരുന്നേ. ഇവിടെയൊക്കെ കൃഷിയായിരുന്നു. ഇവിടെ എല്ലാം കൃഷി ചെയ്യുമായിരുന്നു ഓരോരുത്തർ. ഇപ്പം ഈ പന്നി ഉണ്ടായത് കൊണ്ടും ടുട്ടുനെ കാണാനേ ഇല്ല കാടിനകത്തൂടെ പോയപ്പോൾ. പന്നി ഉണ്ടായതൊക്കെ കൃഷി ചെയ്യുന്നില്ല. പിന്നെ വേറെ എന്താ, പിന്നെ ഇവിടെ കൃഷി ചെയ്ത് അച്ഛനും വയ്യാതൊക്കെ. പിന്നെ പിള്ളേരൊന്നും അങ്ങനെ കൃഷിയൊന്നും അങ്ങനെ ചെയ്യത്തില്ലല്ലോ. അതെ, എങ്ങോട്ട് പോയോ എൻ്റെ മക്കള്. ഇങ്ങനെ വരുന്ന തോടാണ് കൂട്ടുകാരെ. നമ്മളന്ന് ഇവിടെ എല്ലാം നടന്ന് വിറവ് പറക്കാനും ചാണകം കിടക്കുന്നില്ല, വാരിക്കൊണ്ട് വരുന്നില്ല.
ഈ താഴത്തെ തെങ്ങും തോപ്പിനകത്തായിരുന്നു കൂടുതൽ ഞങ്ങൾ വിറവറക്കാൻ പറ്റുന്നത്. പക്ഷേ താഴത്തെ തെങ്ങും തോപ്പ് ഇപ്പോൾ അങ്ങനെ തെങ്ങൊന്നും ഇല്ല, അവിടെ എല്ലാം പോയി. ഇതിനകത്തൊക്കെ എങ്ങനെ അന്ന് കൃഷി ചെയ്യുന്നതുകൊണ്ടൊന്നും ഇങ്ങനെ ഇത്രയും കാട് വരത്തില്ല. ഈ തെങ്ങും തോപ്പൊക്കെ തെളിച്ചിട്ടേക്കുമായിരുന്നു. ഇത് ഇത്തിരി വർഷങ്ങൾ ഞാൻ നമ്മുടെ ജംഗ്ഷനിൽ നിന്നേ നമ്മളിങ്ങോട്ട് കയറി വരുന്നിടത്താൽ തീ പിടിച്ചില്ലയോ, അതിലേ കൂടെ താപ്പോട്ട് ഇറങ്ങിയിട്ട് ഈ വയലിൽ വന്നിറങ്ങാൻ പറ്റും. അങ്ങനെ ആ വഴി വന്ന് ഞങ്ങൾ ഇതിലേ കൂടെ കയറി അപ്പുറത്ത് പോവുകയും വരികയും ചെയ്യുമായിരുന്നു. അന്നേരം നമുക്ക് ഒത്തിരി ചുറ്റുണ്ടല്ലോ. അങ്ങനെ അവന്മാർ ഇതിലായിരുന്നു ചാടിയേ. അതെന്താ? ആ എന്നാ നല്ലതാ. എനിക്കറിയത്തില്ല ഈ പിള്ളേർ എന്ത് ചെയ്യുന്നു. ആ വഴിയില്ലേ? ഇനി വഴിയില്ല. ഇമാർ ഇതിലേ കൂടെ അങ്ങനെ ഇറങ്ങിപ്പോയോ? ഞാനും എൻ്റെ ചേട്ടനും വന്ന് ഇവിടെ വഴി ബ്ലോക്കായി കൂട്ടുകാർ. ഇവിടെ ഒന്നും വഴിയില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവന്മാർ പോയിട്ടില്ല. ഇങ്ങോട്ട് പോയി വഴി കണ്ടാനല്ലോ. എനിക്കും തോന്നി ഇമാർ ഇതിലായിരിക്കും ഇറങ്ങി. അതാ പട്ടി ഇതിലേ ഇറങ്ങിപ്പോയത്. ഇതൊക്കെ പന്നി കയറി കിടന്നാൽ പോലും അറിയത്തില്ല. കാട് കണ്ടോ? എനിക്കറിയത്തില്ല, വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ല. മുളങ്കാട് മുള. എൻ്റെ പൊന്നോ, അവൾക്കിതൊന്നും വിഷയമല്ല. എന്തിനടി കിടന്ന് ചാടുന്നേ? അണ്ണന്മാരെന്ത് ചെയ്യും? എൻ്റെ പുത്രന്മാർ 2 മീൻ പിടിക്കാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ ഇതുവരെയും കണ്ടില്ല. ഇന്നാളിൽ ഒരു മാസത്തിനൊക്കെ മുമ്പ് മീൻ പിടിക്കാൻ തോട്ടിലിറങ്ങി. രണ്ടാമത്താടെ കാല് കീറി 14 സ്റ്റിച്ചായിരുന്നു. കാലിൻ്റെ വിരലറ്റ് പകുതി വരെ ആയിട്ട് 2 വിരലിൻ്റെയും കൂടെ മുറിവായിട്ട് 14 സ്റ്റിച്ചായിരുന്നു. ഇപ്പം അതെല്ലാം കരിഞ്ഞ് വിരലിന് ഇപ്പോഴും അത്ര ഇത് പോരാ, തൊടുമ്പോഴൊന്നും അറിയത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് കരിഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല. അവന് ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് പണിക്കിറങ്ങി. ഇതേ അടുത്ത ആൾ വരുന്നു പണിക്കിറങ്ങി. അപ്പം നീ എവിടെ പോയത്? ഇതിനിടയ്ക്ക് നീ മിസ്സിങ് ആയിരുന്നല്ലോ. അവന്മാർ പിന്നെ ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി. എടാ വേണ്ട എന്ന് പറഞ്ഞ് അവന്മാർ കേൾക്കത്തില്ല. അവന്മാർ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് അവന്മാർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ അവന്മാരെ തിരക്കി ഇവിടെ വരെ വന്നതാണ്. ഞങ്ങൾ 2 പേര്, ഇവളുമാർ 2 എണ്ണം ഇവിടെ വരെ വന്നപ്പോൾ ഇവിടെ വരെ വഴി ഇവിടെ വരെ ഉള്ളൂ. ബാക്കി പിന്നെ വഴിയില്ല, ഭയങ്കര കാടാണ്. എനിക്ക് തോന്നി ഇവന്മാർ ഈ തോട്ടിക്കൂടെ ഇറങ്ങിയായിരിക്കും പോയത്. കാരണം ഇവിടെ വരെ ദേ ഇങ്ങനെ വഴിയുണ്ട്, പിന്നെ വഴിയില്ല. ചേട്ടാ നമുക്ക് പോവാം. ചേട്ടൻ അവിടെ തീവണ്ടി കളിക്കുക. പോകുന്നുണ്ട്. നിങ്ങളെത്രയ്ക്ക് ഞങ്ങളങ്ങ് താഴെ അറ്റം വരെ വന്നു കേട്ടോ. ഞങ്ങൾ നിങ്ങളെ വിളിച്ചിട്ട് പോലും കേട്ടില്ല. ദൈവമേ, എൻ്റെ പുത്തൻ ഷാള്. ഈ ഷാള് ഞാൻ ഇവിടെ ഇവിടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുന്ന ഷാൾ എന്ത് ചെയ്യുന്നു? കാണിച്ച് തിരിഞ്ഞു കണ്ടോ? അട്ട പിടിച്ചിരിക്കുന്ന കണ്ടോ? വലിയ അട്ടയാ. ഞാൻ താഴെ ഫസ്റ്റ് കിട്ടിയില്ലേ? ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ പേടിച്ചമ്മേ. ഒരെണ്ണമായിരുന്നു. അയ്യോ, ഇന്ന് ചേട്ടൻ ചോദിച്ചോളൂ അട്ട ഇല്ലയോ എന്ന്. രണ്ടാമത്തെ എന്നെ പിടിക്കുന്നത്. എന്നെ പിടിച്ചില്ല. ഇത് എൻ്റെ ചാടിയിലും നോക്കണേ. പക്ഷെ നല്ലപോലെ മീനുണ്ട്. ഞങ്ങൾ ചോറൊക്കെ ഇട്ട് നോക്കി, നല്ലപോലെ മീനുണ്ടായിരുന്നു. ചതിച്ചോളഞ്ഞു. നല്ല ഇഷ്ടം പോലെ കിട്ടിയാണ്. വല എടുത്താൽ മതി. നല്ല വലിയ വരലൊക്കെ ഉണ്ട്. അങ്ങനെ മീനെ കൊണ്ടുവന്ന് അവന്മാർ തോരൻ വെച്ചു, മുട്ട പൊരിച്ചു. എന്നിട്ട് മീൻകറി ഉണ്ടായിരുന്നു, ചൂരമീൻ കറി വെച്ചായിരുന്നു. അപ്പം അതും കൂട്ടി അവന്മാർ ചോറ് കഴിച്ചു. അപ്പുറത്ത് നിന്ന് ഒരു ചെടി ഒന്ന് ചെറുതായിട്ട് വെട്ടി ഷേപ്പാക്കുമെന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഇപ്പം കണ്ടോ? ഇപ്പോൾ ഇവിടെ ആഞ്ചനം പൂജനം ചെടി വരുന്നേ. മനുഷ്യൻ അത് വെട്ടിക്കളയണ്ട, നമ്മുടെ നിൽക്കട്ടെന്ന ചെടി. എന്ത് രാവിലെ തൊട്ട് വയ്യ പനിയാന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഒരു ചെടി ഒന്ന് അപ്പുറത്ത് ഒരു ചുവന്ന ചെടി വെട്ടാൻ പറഞ്ഞതിൻ്റെ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു തരം മുളവാണിത്. എങ്ങനെ ഇതിൻ്റെ അരി ഇവിടെ വന്നു എന്നൊന്നും എനിക്കറിയില്ല.
ഞാൻ നമ്മുടെ മുറ്റത്ത് കിളിച്ച് ചെന്നപ്പം അപ്പുറത്തെ സൈഡിൽ കൊണ്ട് നട്ട് ഞാൻ തയ്യായിട്ട് നിന്നപ്പോൾ കാന്താരി മുളകായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ മേളിലറ്റത്താണ് കൊണ്ട് നട്ടത്. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ ഒന്നും ഉണ്ടാവുന്നില്ല, എന്നാൽ പറിച്ച് കളയാൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്ത് പച്ചയ്ക്ക് മുളക് നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ പഴുത്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു കളറ് കണ്ടോ കൂട്ടുകാരെ, നല്ല മഞ്ഞ കളർ, നല്ല രസമാണ് കാണാൻ കേട്ടോ, ഇങ്ങനെ മഞ്ഞ കളറായിട്ട് കിടക്കുന്നത്. ഇനി എന്ത് മുളകാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. അറിയാവുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ഇടണേ ഇതിൻ്റെ പേര്.